ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. എങ്ങനെ പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. പാപമില്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടായി ലോകത്ത്? ആരും എല്ലാം തികഞ്ഞവരല്ല. പക്ഷേ പിതാവിനെ ബഹുമാനിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നു, പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-4 വാക്യം. അപ്പനെ കുറിച്ച് പൊതുവെയുള്ളൊരു വെപ്പ്: ഗൗരവക്കാരൻ, ദേഷ്യപ്രകൃതം, എല്ലാം ഉള്ളിൽ ഒതുക്കുന്നവൻ, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല, നാലറ്റവും കൂട്ടിമുട്ടിക്കാൻ. ആയ കാലം മുതൽ ഒത്തിരി ഓട്ടങ്ങൾ ഓടുമ്പോൾ പലപ്പോഴും ചിരിക്കാൻ പോലും, സ്നേഹം പ്രകടിപ്പിക്കാൻ പോലും മറന്നുപോകും. എന്നാൽ ശാസനയും ശിക്ഷയും ശിക്ഷണവും എല്ലാം കൊണ്ട് ഇതാ അമ്മ പറഞ്ഞു തോറ്റെടുത്ത്, അല്ലെങ്കിൽ അമ്മക്ക് പിടിച്ച് നിൽക്കാനാവാത്തിടത്ത് ആര് തന്നെ വേണം? അപ്പനുള്ളത് കൊണ്ടാണ് പണ്ടേ പലതും കാക്കക്കാലിലും പരുന്തങ്കാലിലും പോകാതിരുന്നതെന്ന് കാരണവന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നോടൊരു മനുഷ്യൻ പറഞ്ഞതാ, ബ്രദറെ 100% കറക്റ്റ്. 5 വർഷം ഗൾഫിൽ, നാട്ടിൽ നല്ല ജോലി ഉണ്ടായിരുന്നു, ഒരാവശ്യമില്ലായിരുന്നു. അതിമോഹം മൂത്ത് 5 വർഷത്തേക്ക് ഗൾഫിൽ പോയി. വന്നപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയി. മകൻ അമ്മയെ ഭീഷണിപ്പെടുത്തി, നല്ല അടക്കമൊതുക്കത്തിലും വളർന്നതാണ്. അപ്പം പോയതോടുകൂടി അമ്മേനെ വിറപ്പിച്ചും പേടിപ്പിച്ചു ആത്മഹത്യ ചെയ്യുമെന്നും കൊല്ലുമെന്നും ചാകുമെന്നും പറഞ്ഞു. അപ്പം നാട്ടിൽ വന്നപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നും അറിയിച്ചില്ല പാവം മനുഷ്യൻ. കൃത്യസമയത്ത് നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കും. കൂടുതലും ഇവൻ അടിച്ചു പൊളിച്ച് കളയും. ചെറുപ്പമല്ലേ, പിള്ളേരല്ലേ, മാറും എന്ന് വിചാരിച്ച് ഇന്ന് ഒരുപാട് കേസുകളിൽ അകപ്പെട്ട് എൻ്റെ അടുത്ത് അപ്പം വരുമ്പോൾ പറഞ്ഞ ഇതാണ്, ബ്രദറെ, ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ ഫോർമേഷൻ്റെ സമയത്താണ് ഞാനീ പോയത്. എൻ്റെ അതിമോഹം കൊണ്ട് വന്നു പോയതാണെന്ന്. ആ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീര് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. മകനെ ജാമ്യത്തിലെടുക്കാൻ പോകുന്നതിന് മുമ്പ് വന്നൊന്ന് സംസാരിച്ച് പ്രാർത്ഥിച്ച് പോകാൻ, നെഞ്ചിലെ ഭാരമിറക്കാൻ വേണ്ടി വന്ന ഒരപ്പൻ്റെ കാര്യം ഓർക്കും. ഇങ്ങനെ എത്രയോ ജീവിതങ്ങൾ, 75 വയസ്സായ 70 വയസ്സായ അല്ലെങ്കിൽ ഒരപ്പൻ പറഞ്ഞ കാര്യം തന്നെ പങ്കുവെക്കാം. ഇതാ ഒരു ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിട്ട്, സെക്യൂരിറ്റി ആയിട്ട്. അപ്പോൾ പഴയ കഥകൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ പ്രസംഗിച്ച ബ്രദറല്ലേ? ഞാൻ പറയാം. ബ്രദറിൻ്റെ പ്രസംഗം കേട്ട് ഒന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കണമായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി ആണല്ലോ. അപ്പോൾ ബ്രദറിന് ഇവിടെ തന്നെ വന്ന് കിട്ടി. എനിക്ക് 37 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, വീടുണ്ടോ? വീടുണ്ടായിരുന്നു, 2 വീടും ഉണ്ടായിരുന്നു. ഞാനൊരു കോൺട്രാക്റ്റ് ജോലിക്കാരനായിരുന്നു. കോൺട്രാക്റ്റ് പിടിച്ച് കെട്ടിടങ്ങളൊക്കെ പണിത് കൊടുക്കുന്ന, സത്യസന്ധമായിട്ടെല്ലാം ചെയ്തത്. പക്ഷേ ഭാര്യയും 2-3 മക്കളും ഒക്കെ ഇയാൾക്കുണ്ടായിരുന്നു. അതിൽ ഭാര്യയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് എല്ലാം ഭാര്യയുടെ പേരിലാണ് ഇരുന്നത്, ഈ വീടും സ്ഥലവുമെല്ലാം. പക്ഷെ അതിലൊരു മകൻ, കുശാഗ്ര ബുദ്ധിക്കാരൻ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ സോപ്പിട്ട് നേരത്തെ തന്നെ ആ 37 സെൻറ്റിൻ്റെ പകുതി ഭാഗം എന്തോ കുതന്ത്രം പറഞ്ഞ് അവൻ്റെ പേരിലേക്ക് എഴുതിച്ചെടുത്തു. ബാക്കി 2 പേർക്കും ഇനി നിങ്ങൾക്കായിട്ട് എന്തിനാ എന്ന് പറഞ്ഞ് ഇതപ്പൻ അറിഞ്ഞ സന്ദർഭത്തിൽ ബാക്കിയുള്ളത് 2 പേർക്കും പങ്കുവെച്ച് കൊടുത്തു. ഒന്നും വേണ്ട, ഇപ്പോഴൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട താമസം അവരുടെയും, കൊടുക്കാനുള്ളത് കൊടുക്കുകയും കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്തതോടുകൂടി അവരുടെയും സ്വഭാവം മാറി. അമ്മ മാറി നിന്നോട്ടെ, അപ്പൻ എവിടെയെങ്കിലും പോയി ജോലി എടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ പഴയ പോലെ കോൺട്രാക്റ്റ് ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരുപാട് കൊള്ള ലാഭമൊന്നും നേടിയിട്ടില്ല, ആരെയും പറ്റിക്കാനും വഞ്ചിക്കാനും പോയിട്ടില്ല. പക്ഷെ കുടുംബത്തിൻ്റെ 4 അറ്റവും എത്തിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ ഒരുപാട് പാടുപെട്ടു. അതുകൊണ്ട് അമ്മ ഇവിടെ മാറി 3 മക്കളുടെ അടുത്ത് നിന്നോട്ടെ എന്നുള്ള തീരുമാനമാണ് അവർക്ക്. കാരണം കിട്ടാനുള്ളത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞു. ആറിയ കഞ്ഞി പഴം കഞ്ഞി, ഇനിയൊന്നും കിട്ടാനില്ല. ഇതിൽ കൂടുതലൊന്നും ഊറ്റിയെടുക്കാനില്ല. ആ മനുഷ്യൻ്റെ കണ്ണുകളിലെ നനവ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, വിഷമമുണ്ടോ? ഇല്ല. പക്ഷേ ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ കാവൽക്കാരനായിട്ട്, അല്ലെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിക്കുക ആത്മഹത്യ ചെയ്തു പോയാനെ. ശമ്പളം കുറവാണെങ്കിലും സമയാസമയത്ത് ഇവിടെ ഭക്ഷണവും കിട്ടും, കിടക്കാനും സ്ഥലമുണ്ട്, അത് തന്നെ ധാരാളം. ഇനി
ശമ്പളം കിട്ടിയിട്ട് ആർക്ക് കൊടുക്കാനാ, കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തതല്ലേ എന്ന് കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്ത്. ഞാൻ പറഞ്ഞു സാരമില്ല, ആർക്കും ആവശ്യമില്ലെങ്കിലും ദൈവത്തിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് എത്തേണ്ടിടത്ത് എത്തിയില്ലേ എന്ന് പറയുമ്പോഴും എൻ്റെ ഉള്ളിലും ഒരു നീറ്റൽ, ഒരു നൊമ്പരം ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ എത്രയോ ജീവിതങ്ങൾ ഇതാ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും, കർത്താവിനെ അനുസ്മരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ഇതാ ദീർഘായുസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പിതാവിനെ ബഹുമാനിക്കണം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. അത് ചരിത്രം തന്നെ, പല കഥകളും അനുഭവങ്ങളും നമുക്ക്, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലും പരിചയത്തിലും തന്നെ പല കാര്യങ്ങളുണ്ടാകാം. വീണ്ടും പ്രഭാഷകൻ 3:9 പറയുന്നു, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറയിളക്കും. അപ്പം മക്കളുടെ ഭവനങ്ങൾ ബലപ്പെട്ട് കാണണമെന്നാണ് ഓരോ പിതാവും ആഗ്രഹിക്കുന്നത്. ഗൗരവപ്രകൃതിക്കാരൻ, ശാസിക്കുന്നവൻ, ശിക്ഷിക്കുന്നവൻ, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തവൻ എന്നൊക്കെ 4 അറ്റവും കൂട്ടുമുട്ടിക്കാൻ കഷ്ടപ്പെട്ട് വരിഞ്ഞു മുറുകി ജീവിക്കുന്ന അപ്പനെ കണ്ട് പഠിച്ച മക്കൾ ഇതാ ഓർക്കുക, ഇതാ അപ്പൻ്റെ മനസ്സുകൊണ്ടുള്ള അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. സുഭാഷിതം 4:1 പറയുന്നു, മക്കളെ പിതാവിൻ്റെ പ്രബോധനം കേൾക്കുവിൻ, അതിൽ ശ്രദ്ധിച്ച് അറിവ് നേടുവിൻ. ഞാൻ എൻ്റെ 1300ഓളം വീഡിയോകൾ അതിലധികം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒന്ന് ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് വിഷമം തോന്നി, എന്തുകൊണ്ട് ഞാൻ ഇത്രയും നാളായിട്ട് അപ്പനെക്കുറിച്ച്, അപ്പന്മാരെക്കുറിച്ച് ഒരു വചനം അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ മുതിർന്നില്ല. എനിക്കൊത്തിരി സങ്കടം തോന്നി. അപ്പോൾ വിശുദ്ധന്മാരെക്കുറിച്ചും യോസേപ്പിതാവിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും എല്ലാം ഉണ്ട്. പക്ഷേ അപ്പനെക്കുറിച്ച് തന്നെ പറയുന്ന, അമ്മയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, കവിതയും എഴുതിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതൊരുപാട് വൈകിപ്പോയി ദൈവമേ എന്ന് പെട്ടെന്ന് ഓർത്തുപോയി. സുഭാഷിതം 20:20 പറയുന്നുണ്ട്, അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും എന്ന് പറഞ്ഞാൽ നല്ല സമയങ്ങൾ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സുഭാഷിതം 13:1 പറയുന്നുണ്ട്, വിവേകമുള്ള മകൻ പിതാവിൻ്റെ ഉപദേശം കേൾക്കുന്നു, പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പല കഥകളും പല സംഭവങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പനെ തല്ലി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പൈസ എല്ലാം അയച്ചുകൊണ്ടിരുന്ന മകൻ, അപ്പൻ ജോലിയെടുത്ത് കുടുംബം നോക്കിയപ്പോൾ ഒരു കണക്കുമില്ല. മകൻ ഗൾഫിൽ പോയിട്ട് നാട്ടിലേക്ക് അയച്ചു വന്നപ്പോൾ ഇതിൻ്റെ എല്ലാം പൈസയും കണക്കും ചോദിച്ചു. അപ്പനാകട്ടെ ഇതാ മകൻ വിശ്വാസത്തോടെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചതാണെന്ന് കരുതി കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തി, എല്ലാ കണക്കുകളും ചോദിച്ച്. അപ്പനൊക്കെ മരിച്ചുപോയി. എല്ലാം ചോദിച്ച് വീട്ടിലെ സാധനങ്ങളും തല്ലിപ്പൊട്ടിച്ച് നാട്ടിൽ, ഇനി മദ്യലഹരിയിലാണോ എന്നറിയില്ല, ഒരു മകൻ ഉപദ്രവിച്ചപ്പോൾ ഒരപ്പനും അമ്മയും കൂടെ വന്ന സംഭവം ഓർക്കുകയാണ്. ഈ അടുത്ത നാളിൽ ജനമൈത്രി പോലീസിനൊപ്പം കലൂര് വയോജനങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ്, ഒരു സെക്ഷൻ എടുക്കാനായിട്ട് എറണാകുളം നോർത്ത് പോലീസിൻ്റെ ഒപ്പം അവസരം വന്നപ്പോൾ ഇതുപോലെയുള്ള പല മുഖങ്ങളെയും പല അപ്പന്മാരെയും കൂട്ടത്തിൽ അമ്മമാരെയും, അത് പറയാനില്ലല്ലോ, കണ്ടെത്തിയത് ഞാൻ ഓർക്കുകയാണ്. 25 വർഷം ഗൾഫിൽ ജോലിയെടുത്തിട്ട് വന്ന് ഇതാ കിട്ടിയത് മുഴുവൻ അമ്മയെ പറ്റിച്ചും അമ്മയെ ഊർത്തിയെടുത്തും അടിച്ചു പൊളിച്ച് കളഞ്ഞ് അവസാനം ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം, നാട്ടിൽ വന്ന് നിലനിൽപ്പില്ല, ഗൾഫിലേക്ക് ഇനി തിരിച്ചു പോകാനുള്ള പ്രായവും വിസവും എല്ലാം കഴിഞ്ഞു. പക്ഷേ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരപ്പനെയും കണ്ടത് ഓർക്കുകയാണ്. ഇതാ പ്രഭാഷകൻ്റെ പുസ്തകം 7-ാം അധ്യായം 27-28 വാക്യത്തിൽ പറയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്, മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. സൃഷ്ടാവ് ദൈവമാണെങ്കിലും ആ ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണങ്ങളാണ് അപ്പനും അമ്മയും. അതുകൊണ്ട് അപ്പൻ വിളക്കാണെങ്കിൽ അമ്മ പ്രകാശമാണ്. അല്പം മുമ്പ് ഒരു ചെറിയ വീഡിയോ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. സുഭാഷിതം 6:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ, എന്തെന്നാൽ കൽപ്പന ദൈവവും ഉപദേശം പ്രകാശവുമാണ്. കാരണം പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക, അതായത് പിതാവ് വിളക്കാണെന്നാണ് പറയുന്നത്. മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. ഇതാ
കൽപ്പന ദീപവും ഉപദേശം പ്രകാശവുമാണ്. അപ്പോൾ വിളക്കുണ്ടെങ്കിലേ പ്രകാശമുണ്ടാകൂ. ഇതുപോലെ തന്നെ പിതാവുണ്ടെങ്കിലേ പിതാവും മാതാവും കൂടെ ഉണ്ടായെങ്കിലേ ഒരു കുഞ്ഞിന് ജന്മമുള്ളൂ, നിലനിൽപ്പുള്ളൂ. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് അവരെ അവഗണിക്കരുത്. വിവേകമുള്ള മകൻ പിതാവിൻ്റെ ഉപദേശം കേൾക്കുന്നു, പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു. പ്രഭാഷകൻ 3:9 പറയുന്നുണ്ട്, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുന്നു. വീണ്ടും സുഭാഷിതം 4:1 പറയുന്നുണ്ട്, മക്കളെ പിതാവിൻ്റെ പ്രബോധനം കേൾക്കുവിൻ, അതിൽ ശ്രദ്ധിച്ച് അറിവ് നേടുവിൻ. അതുകൊണ്ട് ഞങ്ങൾ ലോകം എത്ര കണ്ടതാണെന്ന് പറയുമ്പോഴും ഓർക്കുക, നിങ്ങളെക്കാൾ എത്രയോ ലോകപരിചയവും അനുഭവവും ഉള്ളവരാണ് നിങ്ങളുടെ അപ്പനും അമ്മയും എന്ന് ഓർക്കുക. ഒരു ചെറിയ കഥ വായിച്ചത് ഓർക്കുകയാണ്. വൃദ്ധനും അൽഷിമേഴ്സ് രോഗിയുമായ ഒരു പിതാവ്, ആ പിതാവിനെയും കൊണ്ട് മകൻ ഇങ്ങനെ പാർക്കിലിരിക്കണേന്. ചെയ്തത് നല്ല കാര്യം തന്നെ, പാർക്കിലൊക്കെ കൊണ്ടുപോയി. പക്ഷേ മറവി രോഗം, അൽഷിമേഴ്സ് ഉള്ള ആ പിതാവ്. അപ്പോൾ ഈ മകനും ഈ പിതാവും രംഗം ഇതാണ്. വൃദ്ധനായ പിതാവ് തലയും കൊമ്പിട്ടിരിക്കുകയാണ്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് നിലത്തിങ്ങനെ ഇടയ്ക്ക് തട്ടിക്കൊണ്ടിരിക്കും. ആ സമയത്താണ് ഒരു കാക്ക വന്ന് അവിടെ ഒരു മരക്കൊമ്പിലിരിക്കുന്നത്. അപ്പോൾ ഈ കാക്കയെ നോക്കിക്കൊണ്ട്, ചില്ലയിലിരിക്കുന്ന ഈ കാക്കയെ നോക്കി അത് ശ്രദ്ധിച്ച വൃദ്ധൻ, ആ പിതാവ് മകനോട് ചോദിച്ചു, മകനെ, അത് ഏതാണ് ആ പക്ഷി എന്നെ നോക്കുന്നത്? മറവി രോഗമുള്ള ആളല്ലേ. അപ്പോൾ അതൊരു കാക്കയാണ് പപ്പ എന്ന് പറഞ്ഞു. പപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്, ഡാഡി എന്ന് വിളിക്കുന്നവരുണ്ട്, അപ്പൻ എന്ന് വിളിക്കുന്നവരുണ്ട്, ബാപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്. അങ്ങനെ പലതും ഇന്ന് പോയി എല്ലാം ലോപിച്ച് എന്തൊക്കെയായി തീർന്ന് അപ്പൻ എന്നുള്ളൊരു വിളി കേട്ടിട്ട് തന്നെ വർഷങ്ങളായെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞു വരുന്നവരുടെ രോദനങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പനും മക്കളും തമ്മിൽ സംസാരിച്ചിട്ട് തന്നെ നാളുകളായി. അനാദരവും തൃപ്തിക്കുറവുമെല്ലാം അനുഭവിക്കുന്ന എത്രയോ മനുഷ്യജന്മങ്ങൾ. അപ്പോൾ അതൊരു കാക്കയാണ് പപ്പ എന്ന് അവൻ പറഞ്ഞു. ഓ ശരി, അപ്പം പറഞ്ഞു. അല്പസമയം അങ്ങനെ വീണ്ടും കടന്നുപോയി. പക്ഷേ വെറുതെ കാക്ക ചുറ്റി സഞ്ചരിച്ച് പറന്നിട്ട് വീണ്ടും അവിടെ മടങ്ങി വന്നു. അപ്പോൾ ഈ അപ്പൻ വീണ്ടും മോനോട് ചോദിച്ചു, അത് ഏതാണ് ആ പക്ഷി? ഇത്തവണ ഇത്രയും കൂടി കർക്കശമായ സ്വരത്തിൽ മകൻ പറഞ്ഞു, അത് കാക്കയാണ് എന്ന് പറഞ്ഞു. വൃദ്ധൻ കയ്യിലിരുന്ന ബിസ്ക്കറ്റ് കൂട്ടിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി. അധികം വൈകാതെ ആ പഴയ കാക്ക കറങ്ങി തിരിഞ്ഞ് വീണ്ടും പറന്നു പോകും. വീണ്ടും വന്നു. വൃദ്ധൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് പാക്കറ്റല്ലേ ഇരിക്കുന്നു, വല്ലതും കിട്ടുമെന്ന് കരുതി. അപ്പോൾ അപ്പൻ വീണ്ടും ചോദിച്ചു, അതേതാണ് ആ പക്ഷി? അപ്പോൾ വൃദ്ധൻ ചോദിക്കുന്നത് കേട്ട് മകന് ദേഷ്യം വന്നു. ഉച്ചത്തിൽ അലർന്നതുപോലെ അവൻ പറഞ്ഞു, കാക്ക കാക്ക കാക്ക, മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. വൃദ്ധൻ ബിസ്ക്കറ്റ് തീറ്റ മതിയാക്കി. അല്പം ചിന്തയിലും വിഷമത്തിലുമായി. അയാളുടെ ഉണങ്ങി വരേണ്ട ആ ചുണ്ടുകളിൽ കയ്യിലിരുന്ന കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു. വരണ്ടുണങ്ങിയ തൊണ്ട ഏതോ പഴയകാല ഓർമ്മയിൽ എന്നതുപോലെ ഒരു പുഞ്ചിരി ആ മുഖത്ത്, നിഷ്കളങ്കമായ പുഞ്ചിരി വിടർന്നു. എന്നിട്ട് സുബോധം തിളങ്ങിയ ആ നിമിഷത്തിൽ അയാൾ തൻ്റെ ബാല്യകാലം, തൻ്റെ മകൻ്റെ ആ ബാല്യകാലം ഓർമ്മിക്കുമായിരുന്നു. ആ വൃദ്ധൻ മൊഴിഞ്ഞു, മോനെ, ഒരു 100 പ്രാവശ്യമെങ്കിലും നീ കുഞ്ഞായിരുന്നപ്പോൾ എന്നോട് ചോദിക്കും, ആ പക്ഷി ഏതാണ്, ആ പക്ഷി ഏതെന്ന്, ഓർമ്മയുണ്ടോ നിനക്ക്? അപ്പോഴൊന്നും അപ്പൻ നിന്നോട് ചാടിക്കടിച്ചിട്ടില്ല. മോനെ, അത് കാക്ക എന്ന് പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ബുദ്ധിയിൽ അഹങ്കാരം, അന്ധകാരം വ്യാപിച്ച് സ്വന്തം കഴിവുകൊണ്ടാണ് നിങ്ങൾ എന്തുണ്ടാക്കി, എന്ത് നേടി, എനിക്ക് എന്ത് തന്നു എന്ന് കിട്ടിയതിലൊന്നും വിലയില്ല. സ്വന്തം കഴിവിൽ വളർന്നു വന്നതുപോലെ അപ്പനെ വിഷമിപ്പിക്കുന്നവരും ചവിട്ടിത്താഴ്ത്തുന്നവരും തരം താഴ്ത്തുന്നവരും മറ്റുള്ളവരുടെ മുമ്പിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരും സ്വയം മിടുക്കന്മാരാകാൻ ശ്രമിക്കുന്നവരും എത്രയോ പേരാണ്. ഇന്നലെ ഒരു അപ്പനും അമ്മയും കൂടെ എന്നെ കാണാനായിട്ട് വന്നു. അവരുടെ മകളും കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് 2 പെൺമക്കളാണ്. എനിക്കൊത്തിരി സങ്കടം തോന്നിയ ഒരു കാര്യമാണ്. ആ മനുഷ്യനും ഭാര്യയുമായിട്ട് അവരാണ് ആദ്യമായിട്ട് യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ വിളിച്ചതും സംസാരിച്ചതും. അപ്പോൾ
അങ്ങനെ ഇദ്ദേഹവുമായിട്ട് ഫോൺ കൈമാറി സംസാരിച്ചപ്പോൾ അങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ചു. അവർ വളരെ ദൂരെ നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ട്, പെരുമഴയത്താണ്, കഷ്ടപ്പാടും എനിക്ക് തന്നെ വിഷമം തോന്നി, ത്യാഗം സഹിച്ച് അവർ ഒരുപാട് സഞ്ചരിച്ച് ആണ് യാത്ര ചെയ്ത് ഇവിടെ വന്നത്. അപ്പോൾ ഈ മനുഷ്യനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് യഥാർത്ഥ സ്ഥിതി മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, ഞാനൊരു തയ്യക്കാരനായിരുന്നു, പക്ഷേ കണ്ണിൽ പ്രഷർ അടിച്ച് ഒരുപാട് പ്രായമൊന്നുമില്ല, വളരെ ചെറുപ്പം മനുഷ്യൻ, ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി ഏതാണ്ട് പൂർണ്ണമായെന്നതുപോലെ നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഒന്നിലും തോറ്റു കൊടുക്കുന്ന ഒരാളല്ല. മക്കളെ നോക്കണ്ടേ, 2 പെൺകുട്ടികളല്ലേ, ഭാര്യയും ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഇദ്ദേഹം വയ്യാതെ ആയപ്പോൾ ഭാര്യയ്ക്ക് ഒരു ജോലി കിട്ടിയത് അവർക്ക് ചെറിയൊരു തുച്ഛമായ ശമ്പളമുള്ളൊരു ജോലി. അപ്പോൾ 2 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിലൊരാളുടെ കല്യാണത്തിൻ്റെ കാര്യം കൂടെ സംസാരിക്കുന്നതിന് വേണ്ടി കൂടെയാണ് ഇവർ വന്നത്. ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഒരു കണ്ണിനെ കാഴ്ചയുള്ളെങ്കിൽ എന്നോട് പറഞ്ഞു 5 രൂപയാണ്, അത് ഡയറക്റ്റ് ഏജൻസിയാണോ അല്ല എനിക്കറിയില്ല, ഒരു ടിക്കറ്റ് വിട്ടാൽ 5 രൂപ കിട്ടും. എന്നാലും സാറേ, ബ്രദറെ, എനിക്ക് വിഷമമാണ്. ചിലരൊക്കെ ജോലി എടുക്കുന്ന പൈസ മുഴുവൻ കൊണ്ടുവന്ന് ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ പറയും, നിങ്ങൾ ഇത്രയും ടിക്കറ്റ് എടുക്കല്ലേ, കാരണം ഞാനും ഒരു കുടുംബം നടത്തിയിട്ടുള്ള ആളാണ്, ജോലി എടുത്തിട്ടുള്ളതാണ്. പക്ഷേ അപ്പോൾ ചിലപ്പോൾ ഒന്നും സമ്മാനം കിട്ടാത്ത അല്ലെങ്കിൽ പലതവണ കിട്ടാത്ത അവസരങ്ങൾ കണ്ടിട്ട് നമുക്കത് വിഷമം തോന്നിയിട്ടുണ്ട്. ഇങ്ങനത്തെ കാശ് നമുക്ക് എന്തിനാണ് കിട്ടുന്നതെന്നും പറഞ്ഞ്. അപ്പോൾ ഒരു ടിക്കറ്റ് വിട്ടാൽ 5 രൂപ കിട്ടും, ചിലപ്പോൾ 150 രൂപയൊക്കെ കിട്ടും, 150, 200, 100 അങ്ങനെയൊക്കെ കിട്ടും. നല്ല രീതിയിൽ ടൈലറിങ് ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ആളുടെ ജീവിതാവസ്ഥ ലെവൽ എത്ര പെട്ടെന്നാണ് മാറിപ്പോയത്. എന്നിരുന്നാലും സംസാരിക്കുമ്പോൾ തൊണ്ട ഇടറുന്നുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു, ബ്രദറിൻ്റെ ഈ വശം കൊണ്ട് എനിക്ക് മുഖം ഒട്ടും കാണാനായിട്ട് മുന്നിലിരിക്കുന്ന ആളെ കാണാൻ പറ്റുന്നില്ല. എന്നാലും നമ്മൾ തോൽക്കാൻ പാടില്ലല്ലോ, അതാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന്. ഇങ്ങനെ എത്രയോ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ചുമലിൽ ചുമക്കുന്നവർ എത്രയോ പേരാണെന്ന് നാം മറക്കരുത്. സൗകര്യപൂർവ്വം അവരെ കാലയവനികൾക്കുള്ളിൽ നമ്മൾ ഉപേക്ഷിക്കുകയോ മറന്നു കളയുകയോ ചെയ്യും. നമ്മളെ വളർത്തി വലുതാക്കിയത്, അല്ലെങ്കിൽ ജന്മം കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്തത്, ഇനി അപ്പനിൽ നിന്ന് കൂടുതൽ സംരക്ഷണങ്ങളും അവകാശങ്ങളൊന്നും സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഭൂമിയിൽ നമ്മളെ ജനിപ്പിക്കാൻ ഇതാ ദൈവം തിരഞ്ഞെടുത്തത് അവരാണെങ്കിൽ, ഈ അപ്പനും അമ്മയുമാണെങ്കിൽ, ചിലപ്പോൾ അമ്മ കഷ്ടപ്പെട്ടിട്ടായിരിക്കാം കുടുംബം പോറ്റുന്നത്, ഉത്തരവാദിത്തമില്ലാത്ത അപ്പനോ, അതിന് അപ്പൻ്റേതായ ട്രഡീഷൻ ആൻഡ് എൻവയൺമെൻറ്റ്, പാരമ്പര്യത്തിലും സാഹചര്യത്തിലൂടെ കിട്ടിയ മുറിവുകളായിരിക്കാം. അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മളും ഇതിലും കഷ്ടമായി പോയേനെ. ചിലപ്പോൾ ഒരു വ്യക്തിത്വമില്ലാത്ത ആ വ്യക്തിയോ ഒരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിലും തീരുമാനമെടുക്കാൻ പറ്റാത്ത, കിട്ടുന്നതിൽ കൂടുതൽ ചിലവാക്കുന്ന, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, അവർക്ക് കിട്ടിയ പഠനങ്ങളും അറിവുകളും ഒക്കെ അത്രയേ ഉള്ളൂ. പക്ഷെ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കണമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അറിവ് കുറവാണെങ്കിൽ അവരെ നിന്ദിക്കരുത് എന്ന്. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദമ്പതികൾ വന്നപ്പോൾ അവർക്ക് കുറച്ച് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരാണ്. അപ്പോൾ മാറി അവരുമായിട്ട് സംസാരിച്ച്, പ്രത്യേകമായിട്ട് ഈ ഭർത്താവുമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ പ്രധാന കാര്യം, സ്വന്തം പിതാവുമായിട്ട് വർഷങ്ങളായിട്ട് ദീർഘനാളുകളായിട്ട് വഴക്കാണ്, മിണ്ടാറില്ല, കൊടിയ വൈരാഗ്യമാണ്. അങ്ങനെ അയാളൊന്ന് മരിച്ചാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരിക്കൽ മദ്യലഹരിയിൽ എന്തൊക്കെയോ ബോധക്കേട് വിളിച്ചു പറഞ്ഞതിൻ്റെ ഇതാണ്. ഭാര്യ പലപ്പോഴും പറയും, വിട്ടുകളയും, പോട്ടെ, ആ പറഞ്ഞ പോലെ ഒന്നും ചെയ്യൂല, വാശി നമുക്കുണ്ട് അവർക്കുണ്ട്, പ്രായാധിക്യമുണ്ട്, രോഗമുണ്ട്, ആ മദ്യത്തിൻ്റെ ഇതിൽ പറ്റിയതാണ്. പലരും പറഞ്ഞു, ഭാര്യയും പറഞ്ഞു കൊടുത്തു, എന്നിട്ടും അതൊന്നുമില്ല. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കാണപ്പെട്ട മാതാപിതാക്കളോട് ക്ഷമിക്കാത്തവൻ എങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും? അതിനുവേണ്ടി പ്രത്യേകമായ രീതിയിൽ പറഞ്ഞു കൊടുത്ത് ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് പ്രാർത്ഥിച്ചു. ഉടനെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പിതാവിനോട് മിണ്ടണം, കാണണം എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങോട്ട് മിണ്ടേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ ഇങ്ങോട്ട് എന്നുള്ള രീതിയിൽ എങ്ങനെ ഈ ഇത്രയും നാൾ മിണ്ടാതിരുന്നിട്ട്, അല്ലെങ്കിൽ ഇനി ചത്താലും മിണ്ടൂലെന്നും പറഞ്ഞിരുന്നിട്ട് എങ്ങനെ കൂടുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ നല്ല തീരുമാനമെടുത്തപ്പോൾ അവിടെ നിന്നും പോസിറ്റീവ്, ഇവിടെ നിന്നും പോസിറ്റീവ്, അങ്ങനെ ഒത്തിരി മാറ്റം
മാറ്റങ്ങളുണ്ടായ കാര്യം കുഞ്ഞുമുണ്ടായി. കുഞ്ഞുങ്ങളില്ല, 5 വർഷമോ അതിലധികമോ ആയെന്ന് എൻ്റെ അറിവ്. അവർക്ക് കുഞ്ഞുങ്ങളെ ഭാര്യ ഗർഭിണിയായെന്നും പിന്നീട് കുഞ്ഞുണ്ടായെന്നും പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ടുവന്നതോർക്കുക. ഇതൊരു ജീവിതത്തിൻ്റെ മാത്രം കഥയല്ല. മറ്റൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്ക് വന്നു, 13 വർഷമായിട്ട് കുട്ടികളില്ലാത്തത്. അപ്പനോടുള്ള വെറുപ്പ് തന്നെയാണ്. കാരണം ഒരു ഉന്നതാധികാരിയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുമായിരുന്ന അപ്പൻ കർക്കശ സ്വഭാവക്കാരനായിരുന്നു. അവൻ്റെ യൗവനത്തിലേക്ക് കടന്ന നാളുകളിൽ അപ്പൻ്റെ കർശന നിയമങ്ങൾക്ക് അനുസരിച്ച് പോകാതിരുന്ന ആ അവസ്ഥയിൽ അവൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞു. പഠിച്ച സർട്ടിഫിക്കറ്റ് അപ്പൻ കത്തിച്ച് കളഞ്ഞു. അതൊക്കെ ക്രൂരമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് മാനുഷികമാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. നിന്ദ്യവും ക്രൂരവും പൈശാചികവുമാണ്. ഒരപ്പനും അങ്ങനെ ചെയ്തുകൂടാ. ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പനായാലും മകനായാലും മാപ്പ് പറയണം. പലരും ഇങ്ങനെ മോളിൽ കയറി ഇരിപ്പാണ്, ഞാൻ മൂത്ത ആളാണ്, ഞാൻ പ്രായമുള്ള ആളാണ്. മാപ്പ് കൊടുക്കുന്നതിനും മാപ്പ് സ്വീകരിക്കുന്നതിനും പ്രായവും കാലവും മൂത്തതും ഇളയതൊന്നും ഇല്ല. ആർക്ക് ആദ്യം കെട്ടുകൾ അഴിയണോ. ഈ വെറുപ്പം വെച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ ആത്മാവിന് പോലും സ്വസ്ഥത കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു ജന്മമുള്ളൂ, ഇത് കടന്നു പോകും. ഇത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം വിമാനാപകടത്തിൽ മരിച്ചതും വിമാനം വന്ന് വീണപ്പോൾ മരിച്ച അഹമ്മദാബാദിലുണ്ടായ ആ സങ്കടത്തിൽ നിന്ന് നാം കയറിയിട്ടില്ല. അപ്പോൾ എത്രയോ ജീവനുകളാണ് നിമിഷ നേരം കൊണ്ട് പൊലിഞ്ഞു പോയത്. അത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. ഒരുപാട് നാളെയെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടായവരും പ്രതീക്ഷകളുണ്ടായവരും പാട്ടുകൾ പാടി യാത്രയായി പോയവരും ഒരുപാട് കാര്യങ്ങൾ കരുപ്പിടിപ്പിക്കുവാൻ ജോലികളിൽ വിദേശത്തും യാത്രകളും എല്ലാമായിട്ടിരുന്ന പലരും കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ നിമിഷ നേരം കൊണ്ട് പൊലിഞ്ഞു പോയില്ലേ. അപ്പോൾ ഈ ജീവിതം ഒന്നേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും വിളി വരാം. അതുകൊണ്ട് ആർക്കും ആരെയും വെറുക്കാനായിട്ട് അധികാരമില്ല. ഈ പ്രസംഗം, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ കാരണങ്ങൾ പറയാൻ പലതും ഉണ്ടായിരിക്കാം. നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം, ഒന്നും തരാതെ വിട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വേറുകൂറ് കാണിച്ചിട്ടുണ്ടാകാം, മക്കളോട് പക്ഷപാതം കാണിച്ചിട്ടുണ്ടാകാം, അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം, എൻ്റെ അപ്പനും മദ്യലഹരിയിലൊക്കെ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾക്ക് കയ്യും കണക്കുമില്ല. അപ്പനോടുള്ള വെറുപ്പം വെച്ചുകൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ ഞാനും ഏത് ജയിലിൽ കിടന്നേനെ, അല്ലെങ്കിൽ എന്താ അവസ്ഥയിലായിരുന്നേനെ. ആലുവ സബ് ജയിലിൽ 3 തവണ പോയി മെസ്സേജ് പങ്കിടാനും സന്ദർശിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയപ്പോൾ ഇതെല്ലാം ഞാൻ പങ്കുവച്ചിട്ടുള്ളത് ഓർക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് അവരിൽ ഒരാളായി തീർന്നില്ല എന്ന് ആ നാളുകളിലാണ് ചിന്തിച്ചത്. കാരണം അത്രയ്ക്കധികം പറയുമ്പോൾ ഇന്ന് കാണിച്ചത് നാളെ ഓർമ്മയില്ല. പക്ഷേ മദ്യലഹരിയിലും അദ്ദേഹത്തിൻ്റെ മാനസിക സമ്മർദ്ദങ്ങളിലുമൊക്കെ പക്ഷേ അതെല്ലാം ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് അപ്പനെ നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനും ക്ഷമിക്കാനും ഇറങ്ങിത്തിരിച്ചപ്പോൾ ക്ഷമയല്ലാതെ ആട്ടിൻ സൂപ്പ് പോലെ, എൻ്റെ അമ്മ പറയാറുള്ള ഒരു കാര്യം, ആട്ടിൻ സൂപ്പിനേക്കാൾ ഗുണമാണ്. കാരണം പറഞ്ഞു കേട്ടുള്ള കാര്യം, എൻ്റെ അമ്മയെ പണ്ട് വൈദ്യശാസ്ത്രം, ഇനി ചികിത്സ ഒന്നുമില്ല, രോഗം കണ്ടുപിടിക്കണില്ല, വേദനകൾ മാറുന്നില്ല അവസ്ഥയിൽ ആട്ടിൻ സൂപ്പ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു, ദേഹരക്ഷകൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കയറിപ്പോകുന്നതും ജീവിച്ചിരുന്ന കഥകൾ അമ്മ പറയും. അതുകൊണ്ട് ദേഹരക്ഷകൾ ഒരുപാട് അപ്പനും അമ്മയും മരിച്ചു പോയിട്ടും ആങ്ങളെ ചെയ്ത കാര്യമൊക്കെ അമ്മ പറയാറുണ്ട്. അപ്പോൾ ആ ക്ഷമ ആട്ടിൻ സൂപ്പ് പോലെ, അതുപോലെ മക്കളെ എന്ന് പറയും. അപ്പനോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്നിങ്ങനെ ഈ കാര്യങ്ങൾ അധികാരത്തോടെ പറയാനും എടുക്കാനും സാധിക്കുന്നത്. അപ്പോൾ അപ്പൻ്റെ കാലൊക്കെ ഒരുപാട് തവണ പിടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കാണിച്ച കാര്യത്തിന് അങ്ങോട്ട് കാല് പിടിപ്പിക്കുന്ന ഒരമ്മയായിരുന്നു. ഇങ്ങോട്ട് കാണിക്കുന്ന അന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ ഇന്നത്തെ പിള്ളേരോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവർ പറയും അത് അന്ധക്കാലം എന്ന് പറയും. അപ്പോൾ അപ്പൻ്റെ കാല് പലതവണ മാപ്പ് ചോദിച്ച് കാല് പിടിച്ച സ്വന്തമായ തെറ്റുകളും അല്ലെങ്കിൽ അല്ലാതെയാണെന്ന് തോന്നിയ കാര്യങ്ങളും. പക്ഷെ അപ്പം പറയും സാരമില്ല മക്കളെ, വേറെ ആരുടെ അല്ലല്ലോ, അപ്പൻ്റെ കാലല്ലേ പിടിച്ചത് എന്നും പറഞ്ഞ് അതിനേക്കാൾ 100 ഇരട്ടി സ്നേഹം കാണിക്കുമായിരുന്നു, ഒത്തിരി അനുഗ്രഹിക്കുമായിരുന്നു. കാരണം എൻ്റെ മക്കൾക്ക് ഇതാ പുറത്തിറങ്ങി അന്തസ്സായിട്ട് നടക്കുക, ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല. എന്ത് പരീക്ഷ ഉണ്ടായാലും അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വളരെ വലുതായിരിക്കും. നിങ്ങളത് തെറ്റ് ഏറ്റു പറഞ്ഞല്ലോ അല്ലെങ്കിൽ മാപ്പ് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് പുറത്തു പോയി ആരുടെയും കാല് പിടിക്കേണ്ടി വരത്തില്ല എന്ന് അപ്പൻ ഉപദേശിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും. മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലെ ഒരു മേശയുടെ മുൻപിലിരുത്തിക്കൊണ്ട് കുറച്ച് ഉപദേശങ്ങൾ എന്നെയും അനിയനെയും ഒരുമിച്ചിരുത്തി. പെങ്ങളെ കെട്ടിച്ചു വിട്ടു, ആ പെങ്ങളും മരിച്ചുപോയി, അമ്മയും മരിച്ചുപോയി, അപ്പനും മരിച്ചുപോയി. അതാണ് എന്നേക്കാൾ 8 വയസ്സ് ഇളയതായിരുന്നു പെങ്ങൾ. അപ്പോൾ പറയുമ്പോൾ എല്ലാം പറയണ്ടേ, ആരാദ്യം പോകുന്നതൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ അപ്പനും അമ്മയും കൂടെ
കൂടി സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ ഇടയ്ക്കുള്ള സമയങ്ങളിലും അപ്പം പണ്ട് മുതലേ പറയുന്ന കാര്യം ഇതാണ്: ആദ്യം അപ്പം മരിക്കണം. പണ്ടൊക്കെ അമ്മ തർക്കിക്കും, ആവശ്യമില്ലാത്ത പറയണമെന്ന് പറയും. പക്ഷെ അതിൻ്റെ മനഃശാസ്ത്രപരമായ വശങ്ങളും മറ്റ് മാനുഷികമായ വശങ്ങളും പറയും സ്ത്രീകൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും കാര്യങ്ങൾ ക്രമീകരിക്കാനും സാധിക്കും. ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് ജീവിച്ചിരുന്നാൽ ഭയങ്കര പാടാണ്. പക്ഷെ ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ജീവിച്ചിരുന്നാൽ അത് അവർക്ക് എല്ലാ രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാനും പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് ഞാൻ ആദ്യം മരിക്കാൻ നീ പ്രാർത്ഥിക്കണമെന്ന് അമ്മേനോട് പറയുമായിരുന്നു. പക്ഷേ അമ്മ അങ്ങനെ പ്രാർത്ഥിക്കുക, എൻ്റെ ആഗ്രഹം അതാണെന്ന് അപ്പം പറയുമായിരുന്നു. വഴക്കിട്ടപ്പോൾ ഇട്ട് പറയുന്നതല്ല, സ്നേഹത്തോടെ പറയും. അങ്ങനെ അപ്പൻ 21 കൊല്ലം മുമ്പ് കടന്നുപോയി. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് അമ്മ കടന്നുപോയത്. പക്ഷേ അതിനുശേഷം പെങ്ങളും ഞങ്ങളെ വിട്ടുപോയി. 38 വയസ്സുള്ളപ്പോൾ പെങ്ങളും മരിച്ചു. അവരുടെ 3 കുഞ്ഞുങ്ങൾ അളിയനോടുകൂടെ ജീവിച്ചിരിപ്പുണ്ട്, വളരുന്നുണ്ട്. അപ്പോൾ ജീവിതം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് വീഴ്ത്തരുത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ലോകം കണ്ട ഇന്ത്യയുടെ അതിപ്രശസ്തനായ പ്രഗത്ഭനായ രാഷ്ട്രപതിയായും ആണവശാസ്ത്രത്തിൻ്റെ പിതാവായൊക്കെ ഉയർന്നതും അതിനു പിന്നിലെല്ലാമുള്ള പരമരഹസ്യം ഇതാ വാപ്പയിൽ നിന്ന് കിട്ടിയ മാതൃകയാണെന്ന് അദ്ദേഹം പ്രകീർത്തിച്ചിട്ടുണ്ട്. കരിഞ്ഞ റൊട്ടി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ ഇതാ ഉമ്മ ഉണ്ടാക്കിയ റൊട്ടി കരിഞ്ഞു പോയപ്പോൾ അത് ഉമ്മയെ കുറ്റപ്പെടുത്താതെ തിന്ന വാപ്പയോട് കൊച്ചു അബ്ദുൽ കലാം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു, ആ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഉമ്മ തകർന്നു പോകാൻ അത് മാത്രം മതി. ഒരു റൊട്ടി കരിഞ്ഞത് പോയത് കൊണ്ട് അത് സാരമില്ല, നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് ഇതിനേക്കാൾ വലിയ സമാധാനം സന്തോഷം വേറെയില്ല. അതിനേക്കാൾ കൂടുതൽ നല്ലത് നമുക്കുണ്ടാക്കി തരും. ഇതാ ഡോക്ടർ APJ അബ്ദുൽ കലാമിലെ ആ രാഷ്ട്രപതിയെയും ആ പ്രതിഭയും ഉയർത്തിയത് സ്വന്തം ബാപ്പയിൽ നിന്നുള്ള പ്രചോദനവും മാതൃകയാണ്. ഭയങ്കര പരമ പണ്ഡിതനോ ഉന്നതനോ മഹത് വ്യക്തിയോ ഒന്നുമായിരുന്നില്ല. പക്ഷേ ഇതിനേക്കാൾ വലിയ മഹത് വ്യക്തിത്വം ആ പിതാവിൻ്റെ ജീവിതം ധന്യമാവുന്നത് വേറെ എന്തിലാണ്. എന്നാൽ അപ്പൻ ഉപേക്ഷിച്ചു പോയിട്ടും സ്വയം നശിക്കാതെ ജീവിതത്തിൻ്റെ ദീപശിഖ ഉയർത്തിപ്പിടിച്ച വിശുദ്ധ മാർട്ടിൻ പോറസും നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ അപ്പൻ കുഞ്ഞിലെ മരിച്ചു പോയിട്ടും അമ്മ മറ്റൊരാളുടെ പുറകെ പോയിട്ടും ഇതാ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിത്തീർന്ന ഐസക് ന്യൂട്ടനും ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലിരിക്കുമ്പോൾ തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട രാഷ്ട്രപതി ഭവനിലെ വിരുന്നിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾ പാത്രത്തിലേക്ക് ഇറ്റിറ്റ് വീണപ്പോൾ എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ ബാല്യകൗമാരകാലങ്ങളെ ഞാൻ ഓർക്കുന്നു എന്നാണ് അവിടെ ഇരുന്നവരോട് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അപ്പൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ഇന്ന് എനിക്കിവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ വായിച്ചതോർക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ക്ലീറ്റസ് പറഞ്ഞു, ഒരിക്കൽ കൂട്ടുകാരെല്ലാം കൂടി നിൽക്കുമ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്: അങ്ങയുടെ പിതാവിൻ്റെ മഹത്വം കൊണ്ടാണ് ഇന്ന് ഇത്രയധികം നേട്ടങ്ങൾ കൊയ്യാൻ സാധിച്ചത്. ഇനി ഒരു തവണ കൂടെ പറഞ്ഞാൽ ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് വീമ്പിളക്കിയ അലക്സാണ്ടർ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ വീണ്ടും കൂട്ടുകാരനായ ക്ലീറ്റസ് ശബ്ദമുയർത്തി ശക്തിയോടെ പറഞ്ഞു, മഹാനായ അലക്സാണ്ടർ, അങ്ങേക്ക് ഇത്രയും പ്രതിഭയും ഇത്രയും ഉയർച്ചയും ഇത്രയും നേട്ടവും ഇത്രയും വെട്ടിപ്പിടുത്തങ്ങളും കിട്ടിയത് തീർച്ചയായിട്ടും അങ്ങയുടെ പിതാവ് ഫിലിപ്പ് രാജാവിൻ്റെ കഴിവുകളും നേട്ടങ്ങളും ഗുണങ്ങളും കൊണ്ട് മാത്രമാണ്. അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അഹങ്കാരം കൊണ്ട് വിറച്ചുകൊണ്ട് ക്ലീറ്റസിനെ ആ നിമിഷം കടാരയെടുത്ത് അദ്ദേഹം കൊത്തി കൊല്ലുകയാണ്. ഇതാ കണ്ണടച്ചു പിടിച്ചാൽ ഒരിക്കലും ഇരുട്ടാകുകയില്ല. തങ്ങളെക്കാൾ മക്കൾ മിടുക്കന്മാരാകണം, മിടുക്കികളാകണം ഓരോ അപ്പനും അമ്മയും. ചിലപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനോ കെട്ടിപ്പിടിക്കാനോ താലോലിക്കാനോ ഒന്നും അധികം അറിയത്തില്ല. ഒരു പെൺകുട്ടി പറഞ്ഞ ഇതാ, എൻ്റെ അപ്പൻ എന്നെ ഒന്ന് തൊട്ട അല്ലെങ്കിൽ ഒന്ന് എടുത്ത ഓർമ്മയില്ല. അവളുടെ വീട്ടിൽ 3 പെൺകുട്ടികളാണ്. എന്നാൽ ഗൾഫിൽ പോയി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പരുക്കപ്രകൃതിക്കാരനായ അപ്പൻ ഓരോന്നിനെയും BTechും MTechും MPA എല്ലാം പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ചത് ആരാന്ന് ചോദിച്ചപ്പോൾ അത് അപ്പനാ. ഇപ്പോഴും കുടുംബം നോക്കുന്നില്ലേ? കുടുംബം നോക്കുന്നുണ്ട്. അപ്പൻ ഉണ്ടാക്കിയത് വെച്ചുകൊണ്ടാണ് എല്ലാം നോക്കുന്നത്. അതുകൊണ്ട് ഗൗരവ പ്രകൃതിക്കാരായി, ശിക്ഷക്കാരനായി അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാത്തവരായി അവരൊരിക്കലും തള്ളരുത്.
അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ കിട്ടിയ പരിപരുത്ത അനുഭവങ്ങളായിരിക്കാം ഇന്ന് ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാനാവാത്ത അവസ്ഥകൾക്ക് കാരണക്കായി. അപ്പൻ മരിച്ചിട്ടല്ല കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നടക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് ആശ്വാസം കൊടുക്കുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. നമ്മളാൽ കഴിയുന്ന ഇനി ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് സപ്പോർട്ട് കൊടുത്ത് നിൽക്കുമ്പോൾ അവരുടെ ചോരയും നീരും എല്ലാമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ആശ്വാസമെങ്കിൽ അവർക്ക് ഇന്ന് ജീവിത വഴികൾ മുട്ടി നിൽക്കുമ്പോൾ അവരുടെ മരുന്നിനും ജീവസന്ധാരണത്തിനും സർക്കാരിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ, അല്ലെ ബാങ്കിൽ കിടക്കുന്നുണ്ടല്ലോ, അതെല്ലാം ചോർന്ന് തീർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇതാ അവർ വളർത്തി വലുതാക്കിയ കഷ്ടപ്പെട്ട നിങ്ങളിലൂടെ അവർക്ക് ഒന്നും കിട്ടാൻ അവകാശമില്ലേ? പിന്നെ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഓടുന്നത്, സമ്പാദിക്കുന്നത്? ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അവരും ഇതുപോലെ അനുകരിക്കാതെ ഇരിക്കണമെങ്കിൽ, റോങ്ങായ ഇൻഫർമേഷൻ അവരിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം കണ്ണടച്ച് കളയാതെ അവരോട് കരുണ കാണിക്കുക, അവരെ സഹായിക്കുക, അവരെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക. അവരെ ഒരിക്കലും അനാഥ മന്ദിരങ്ങളിൽ കൊണ്ടുപോയി തള്ളരുതേ. കുടുംബം അനാഥ മന്ദിരം പോലെ, ലോഡ്ജ് പോലെ ആയി തീരരുത്. എനിക്കറിയാം, അപ്പൻ വീട്ടിലിരിക്കുന്നില്ല, വഴിക്കവലയിൽ പോയി നിൽക്കുന്നു, ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു വരുമ്പോൾ അടുത്തറിഞ്ഞപ്പോൾ ലോട്ടറി ടിക്കറ്റുകാരുടെ പുറകെ പോകുന്നു. മക്കൾക്ക് നാണക്കേട്. കാരണം എന്താ? മിച്ച സമ്പാദ്യമൊന്നുമില്ല, വരുമാനമൊന്നുമില്ല, നീക്കിരിപ്പില്ല, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. മക്കളാകട്ടെ അറിഞ്ഞു കണ്ട ഒരു പോക്കറ്റ് മണി അവർക്ക് കൊടുക്കുന്നില്ല എന്ന് കാര്യങ്ങൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. എല്ലാം തികഞ്ഞിട്ട് ഒരിക്കലും എന്തെങ്കിലും കൊടുക്കാനോ മാറ്റിവെക്കാനോ സാധിക്കത്തില്ല. തിര ഒഴിഞ്ഞിട്ട് ഒരിക്കലും വള്ളം ഇറക്കാനായിട്ട് പറ്റത്തില്ല. അപ്പനില്ലാതെ, അപ്പനെ നഷ്ടപ്പെട്ട, അപ്പൻ മരിച്ചുപോയ അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ അപ്പനെ നഷ്ടപ്പെട്ടവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരുടെ കണ്ണിൽ കണ്ണുനീര് പൊടി, അല്ലെങ്കിൽ ഇനി കണ്ണീര് പൊടിയാനില്ലായിരിക്കും. പ്രത്യേകിച്ച് പെമ്മക്കൊക്കെ അപ്പനോട് ഒത്തിരി സ്നേഹമാണ്. കാരണം ഒരു സൈക്കോളജിക്കലി അപ്പനും പെൺമക്കളും തമ്മിൽ അവർ ലോകത്തിൽ ആദ്യം കണ്ട തങ്ങളനുകരിക്കുന്ന പുരുഷൻ, തങ്ങൾ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന പുരുഷൻ അപ്പനാണ്. അതുപോലെ അമ്മയും ആൺമക്കളും തമ്മിൽ ഒത്തിരി അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അത് ഇല്ലെങ്കിൽ പലപ്പോഴും തെറ്റിദ്ധാരണകളിലേക്കും കുറ്റബോധത്തിലേക്കും പോകും. പെൺമക്കൾ അപ്പൻ്റെ അടുക്കൽ വരും, അപ്പൻ്റെ അടുക്കൽ പിന്നായിരിക്കും, അപ്പനോട് കാര്യങ്ങൾ പറയും, ചോദിക്കുമ്പോൾ തന്നെ അപ്പൻ കാര്യങ്ങൾ കൊടുക്കും. ആൺമക്കൾ വരുമ്പോൾ രണ്ട് ചാട്ടം ചാടും, രണ്ട് ഒച്ച എടുക്കും. അത് ഒന്നും മനസ്സിലുണ്ടായിട്ടല്ല, വെറും പൊള്ളയാണ്. എന്നാലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? അങ്ങനെ ചെയ്യരുതെന്ന് അപ്പന്മാരോട് പറയുകയാണ്. മക്കളെല്ലാം ഒരേപോലെ സ്നേഹിക്കുക. അതുപോലെ മക്കളോടൊരപേക്ഷ, ഇനിയുള്ള ഈ സന്ദേശം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയെങ്കിൽ, ഒരു മാറ്റമുണ്ടാക്കുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. എല്ലാം തികഞ്ഞിട്ട് അവരെ സ്നേഹിക്കാനിരുന്നാൽ ഇത് ആദ്യം പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല. എനിക്കറിയാം വേറൊരു സംഭവം. അപ്പൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ തലയണക്ക് പൊക്കമില്ലാത്തത് കൊണ്ട് വീട്ടിലുള്ള തലയണ, അത് പ്രത്യേകം അപ്പൻ പണ്ട് മുതലേ ഒരു ശീലക്കാരനാണ് ഉണ്ടാക്കി വെച്ചത് പലതവണ പറഞ്ഞിട്ട് ആ മകൻ, ഭാര്യയും മക്കളുമുള്ള അയാൾ, ആ മകൻ ഒരു മകനും മറ്റത് പെൺമക്കളുമാണ്. പെൺമക്കൾ വരെയും പോവുകയും ചെയ്യുന്നുണ്ട്. മകനോടല്ല പറയുന്നത്, അവനല്ല എല്ലാം കൊടുക്കുന്നത്, അവനാണല്ലോ എല്ലാം ഉള്ളത് കിട്ടാനുള്ളത്. പക്ഷേ മകൻ ആശുപത്രി കൊണ്ടുവന്ന് തലയണ വലിച്ചെറിഞ്ഞിട്ടിട്ട് വിറപ്പിച്ചിട്ട് പോയി, സുഖവാസത്തിന് വന്നേക്കണേന്ന്. അപ്പൻ ആശുപത്രിയിൽ നിന്ന് വരേണ്ട താമസം, എന്താണ് രോഗമെന്ന് പോലും അറിയില്ല. അത്രയ്ക്ക് വൈദ്യശാസ്ത്രത്തെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഒളിച്ചിരുന്ന മകനിലെ രോഗം പ്രത്യക്ഷപ്പെട്ട് മകൻ ഈ ലോകത്തെ നിന്ന് വിടവാങ്ങിപ്പോയി. പക്ഷേ ഈ സംഭവം അറിയാവുന്ന കുടുംബത്തിലെ ചുരുക്കം പലരും ഞെട്ടിപ്പോയി. അപ്പനെ വിറപ്പിച്ച് വെല്ലുവിളിച്ച് ഒരു തലോണി കൊണ്ടുവരാൻ പറഞ്ഞതിന് സുഖവാസമെന്ന് ആക്ഷേപിച്ച് വലിച്ചെറിഞ്ഞിട്ടിട്ട് പോയ മകന് പറ്റിയ ആ ദാരുണാന്ത്യം. എല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ തുറന്ന പുസ്തകം പോലെ ഉണ്ട്. നമ്മുടെ മനസാക്ഷിയുടെ പുസ്തകത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒളിച്ചിരിക്കാനായിട്ട് ആകത്തില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിലും, പ്രത്യേകിച്ച് അപ്പനോട് വെറുപ്പോ വൈരാഗ്യമോ വാശിയോ ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ഇന്ന് തൊട്ട് ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കണ്ടാൽ മിണ്ടണം, ക്ഷമിക്കണം, മാപ്പ് ചോദിക്കണം, മാറ്റം വരുത്തണം, പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അവൻ നോക്കട്ടെ, അവൾ നോക്കട്ടെ എന്നല്ല പറയേണ്ടത്, നീ നോക്കണം. ആര് നോക്കിയാലും നോക്കിയില്ലെങ്കിലും ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നോക്കണം. എൻ്റെ ജീവിതകാലത്ത് ശമ്പളം പൊട്ടിക്കാതെ കവർ കൊണ്ടുവന്ന് അപ്പൻ്റെ അടുത്ത് കൊടുക്കണം. അമ്മ ട്രെയിൻ ചെയ്തത് അങ്ങനെയാണ്. ഇല്ലെങ്കിൽ അപ്പൻ പ്രശ്നം ഉണ്ടാക്കും. അപ്പൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പനെ ബഹുമാനിക്കുന്ന, അപ്പൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ അനുഗ്രഹത്തോടെ അപ്പൻ മേടിക്കും, അതിൽ നിന്ന്
ചില്ലിക്കാശുകൾ ദൂർത്തടിച്ച് കളയാതിരിക്കാൻ കുടുംബത്തിൽ ഒരുപാട് ആവശ്യമുണ്ട്. അതെല്ലാം ഉപയോഗിക്കുകയും അത്യാവശ്യം വണ്ടിക്കാശ് ചിലവിനുള്ള കാശ് ഞാൻ പറഞ്ഞു കൂടുതൽ എന്നാലും പറയും വേണ്ട, ഇവിടെ ഒരുപാട് ആവശ്യമുള്ളതാണല്ലോ. ഇന്നും ആ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഇന്ന് മക്കളും മരുമക്കളുമായിട്ട് ഒക്കെ ജീവിക്കുമ്പോൾ എനിക്കൊരിക്കലും വറ്റിപ്പോകാൻ ദൈവം ഇടയാകത്തില്ല. ഏതെങ്കിലും തരത്തിൽ വരണ്ടു പോയാൽ ഞാൻ ഒട്ടും അറിയാത്ത, ചിന്തിക്കാത്ത, മനസ്സിലാക്കാത്ത, ആരോടും പറയാത്ത കാര്യങ്ങളിൽ പോലും ദൈവം അറിഞ്ഞ് കണ്ട് പ്രവർത്തിച്ച, ഞാൻ അറിയാത്ത വ്യക്തികളിലൂടെ, ഞാൻ കണ്ടിട്ട് പോലുമില്ലാത്ത വ്യക്തികളിലൂടെ ദൈവം ഇടപെട്ട ആ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അപ്പനിൽ നിന്ന് കിട്ടിയത്. കാരണം ഞാൻ പല ചെയ്യാത്ത ജോലികളൊന്നുമില്ല. ഒരു സ്ഥാപനത്തിൽ ജോലി എടുത്തപ്പോൾ ജോലി സ്ഥിരമാകണമെങ്കിൽ കക്കൂസ് കഴുകണം. കോർപ്പറേഷൻകാർ വന്ന് അഡീഷണൽ ഇതായിട്ട് അവർക്ക് കൊടുത്തിരുന്ന പ്രതിഫലം കുറേ 6-7 കക്കൂസുണ്ട്. അപ്പോൾ പറഞ്ഞു കക്കൂസ് കഴുകാൻ തയ്യാറില്ലെങ്കിൽ പൊയ്ക്കോ, എല്ലാ ജോലിയും ചെയ്യണവരെ ഇവിടെ വേണ്ടെന്നും പറഞ്ഞു. സീനിയറായിട്ടുള്ള എല്ലാവരും മാനേജറുടെ ക്യാബിനിൽ പോയി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, ജോലി എടുക്കുന്നതിൽ ഒരു നാണക്കേടും വേണ്ട, ആരുടെയും കക്കയും മോഷ്ടിക്കുകയും ചെയ്യാതിരുന്നാൽ മതി, അതുമൂലം നിൻ്റെ ജോലി നഷ്ടപ്പെടാനിടയാകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസത്തേക്കെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. പക്ഷേ ഒരുപാട് നാൾ 250 രൂപ അഡീഷണൽ പ്രതിഫലം കിട്ടുന്ന ആ ജോലി, ആ 5 വർഷം ജോലിയെടുത്ത നാൾ തിരിച്ചു വരുന്നത് വരെ 6 ബാത്റൂമും ഉള്ള വീടിയും സിഗരറ്റും മുറുക്കി അതിൻ്റെ എല്ലാം വന്നവരുടെയും പോണവരുടെയും ജോലിക്കാരുടെയും 100-150ഓളം ജോലിക്കാർ ജോലിയെടുത്തത് അതൊന്നും ഒരു കുറവായിട്ടല്ല, അതിനേക്കാൾ ബുദ്ധിമുട്ടുകളിൽ ജോലിയെടുക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം മഹാത്മ്യം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം ഇന്ന് എല്ലാ വിഭാഗത്തിലും വൈറ്റ് കോളർ ജോബ് തൊട്ട് ഏറ്റവും താഴെയുള്ള ജോലികൾ വരെ എടുക്കുന്നവർ എൻ്റെ അടുത്ത് വന്ന് സങ്കടങ്ങളും വിഷമങ്ങളും പറയുമ്പോൾ ഞാനും ഏറ്റവും നല്ല നിലയിലും ഏറ്റവും താഴ്ന്ന നിലയിലും ജോലി എടുത്തിട്ടുണ്ട്. ചെയ്യാത്ത ജോലികൾ വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോഴും ജോലി എടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കാനുള്ള അല്ല ഈ ജീവിതം, അത് കർമ്മനിരതമായിരിക്കണം. നമ്മുടെ ആശ്രിതരുണ്ട്, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്രമമില്ല. ഭക്തകർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും മോട്ടിവേഷനും എല്ലാം കൊടുക്കുന്നതോടൊപ്പം ചെയ്യേണ്ട ജോലികൾ ശുശ്രൂഷകളോടൊപ്പം തന്നെ നല്ലോണം കഷ്ടപ്പെട്ട് നല്ലോണം നെറ്റി വേർത്തിട്ടാണ് ഇന്നും ഉപജീവന മാർഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ഒരു അഭിമാന കുറവുമില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സ്പർശിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് പ്രചോദനമാകുന്നെങ്കിൽ നിങ്ങളുടെ കമൻസുകൾ, ഷെയർ, സബ്സ്ക്രൈബ് ഇവയിലൂടെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇത് കിട്ടാത്ത മറ്റുള്ളവർക്കും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഞാനത് കൃതാർത്ഥനായി ഷെയർ ചെയ്ത് സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയുടെ മോട്ടിവേഷൻ, പ്രെയർ, സ്പീച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് സാധിക്കുന്ന രീതിയിൽ പങ്കുകാരാകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക്